ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ ഫോണിൽ, നിങ്ങളുടെ ഫോൺ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ പ്ലേ സ്റ്റോർ ഉണ്ടായിരിക്കും. ഈ ഒരു പ്ലേ സ്റ്റോറിനകത്ത് അധിക പേർക്കും അറിയാത്ത ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഹോം സ്ക്രീനിൽ കാണുന്ന പ്ലേ സ്റ്റോർ നിങ്ങൾ ആരെങ്കിലും ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ പ്ലേ സ്റ്റോറിനകത്ത് അധികമായിട്ടും ചെയ്യുന്നത് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യും, അല്ലെങ്കിൽ വല്ല ഗെയിമുകൾ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ മാത്രമാണ് നമ്മൾ പ്ലേ സ്റ്റോറിനകത്ത് ചെയ്യാറുള്ളത്. എന്നാൽ ഇത് മാത്രമൊന്നും അല്ല കേട്ടോ, ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഫീച്ചറുകൾ നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ഫീച്ചറുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്യാതെ തന്നെ നമ്മളെ പ്ലേ സ്റ്റോർ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കളക്ഷൻസ് എന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷനിലേക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതുപോലെ ഇതിലേക്ക് വരില്ല, ചില പെർമിഷൻസ് കൊടുക്കാനുണ്ടായിരിക്കും. അതൊക്കെ നോക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആപ്പ് ലൈബ്രറി കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും കാറ്റഗറി ബേസിലായിരിക്കും ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഓരോ മേഖലകളിലുള്ള, അതായത് ഇപ്പോൾ ഫിനാൻസ് പരമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസുകളാണെങ്കിൽ ആ ഒരു കാറ്റഗറിയിലേക്കും, അതുപോലെ തന്നെ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസുകൾ മറ്റൊരു കാറ്റഗറിയിലേക്കും, അതുപോലെ തന്നെ നമ്മൾ ചാറ്റിങ്ങിനായി ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗം മറ്റൊരു കാറ്റഗറിയിലേക്ക്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഫോൾഡറുകളിലേക്ക് ഇതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻസുകൾ മാറിയതായിട്ട് കാണാൻ സാധിക്കും. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസുകളും എവിടെയാണ് കിടക്കുന്നത്, ഏത് കാറ്റഗറിയിൽ പെട്ടതാണെന്ന് നോക്കിയിട്ട്, അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാർ പോലെയുള്ളത്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് വേർതിരിച്ച് ഇങ്ങനെ പ്ലേ സ്റ്റോറിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മൾ ആപ്പ് ലൈബ്രറിയാണ് ഇപ്പോൾ നോക്കിയത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വാച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിലേക്ക് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാച്ച് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത, നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള എല്ലാ വീഡിയോസുകളും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. അതായത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് യൂട്യൂബ്, അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാർ, അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ TV, ഇങ്ങനെ 3 ഓപ്ഷൻസുകളാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ നമുക്കത് പുതിയ വീഡിയോകൾ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസുകളും പോയി തപ്പി നോക്കേണ്ട ആവശ്യമില്ല. പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോകളും അതിനകത്ത് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് വീഡിയോകളൊക്കെ നമുക്ക് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെക്കമെൻഡ് ആയിട്ട് വന്ന് കിടക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് തിരഞ്ഞു നോക്കാതെ തന്നെ ഇതിനകത്ത് വന്നുകൊണ്ട് ഇതുപോലെയുള്ള മൂവീസുകളും അതുപോലെ തന്നെ സീരീസുകളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ? ഇനി നമുക്ക് തൊട്ടടുത്ത് ഗെയിം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ? ഇതിനകത്ത് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത ഗെയിമുകൾ മാത്രമല്ല, ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്ക് പ്ലേ ചെയ്യിക്കാൻ പറ്റിയ ഒരുപാട് ഗെയിമുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗെയിമുകളാണ്. നമുക്ക് ഫോണിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്ലേ സ്റ്റോറിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് കളിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗെയിം നിങ്ങൾക്ക് ഈ ഒരു പ്ലേ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പ്ലേ ആയി വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ കളിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്, ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് ലിസൺ എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ നമുക്കൊരു ഹെഡ്ഫോൺ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട ലേറ്റസ്റ്റ്, അതായത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സോങ്ങുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. കണ്ടില്ലേ? ഒരുപാട് പുതിയ സോങ്ങുകൾ നമുക്കിതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോങ്ങുകൾ ഇതിനകത്ത് നോക്കിയിട്ട് നമുക്കിതിനകത്ത് പ്ലേ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞാനിതിനകത്ത് പ്ലേ ചെയ്യിക്കുന്നില്ല, എനിക്ക് കോപ്പിറൈറ്റ് വരുന്ന കാരണം കൊണ്ട് ഞാൻ പ്ലേ ചെയ്യിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സോങ്ങുകൾ നമുക്കിതിനകത്ത് സെലക്ട് ചെയ്തിട്ട് നമുക്കതിനകത്ത് പ്ലേ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു ഫീച്ചറുകളൊക്കെ നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അറിയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.